ഹേ പ്രിയമിത്രമേ, പ്രാർത്ഥനയുടെ മഹത്തായ ലക്ഷ്യം എന്താണ് എന്നറിയാമോ? തങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും പറയുന്നതും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നിറവേറ്റി തരേണമേ എന്ന് അപേക്ഷിക്കുന്നതും എൻ്റെ ഭക്തജനങ്ങളിൽ പലരും ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിനുമപ്പുറം നിങ്ങളുടെ ചില പ്രാർത്ഥനകൾക്ക് എൻ്റെ ഹൃദയത്തെ ബന്ധിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് മഹത്തായ പ്രാർത്ഥനകൾ. ഹേ മിത്രമേ, ഞാനത് വിശദമാക്കാം. ശ്രദ്ധിച്ചു കേൾക്കൂ. ഹേ പ്രിയമിത്രമേ, ഒരു രോഗി വൈദ്യന്റെ അടുത്ത് ചെന്ന് തനിക്ക് ഇന്ന് മരുന്ന് വേണം എന്ന് നിർബന്ധിക്കാറില്ലല്ലോ. പകരം എന്നെ സുഖപ്പെടുത്തൂ എന്ന് പറഞ്ഞ് വൈദ്യനിൽ വിശ്വസിക്കുന്നു. അതുപോലെ ഹേ മിത്രമേ, എനിക്കിത് സാധിച്ചു തരൂ എന്ന് നീ പറയുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് സാധ്യമാക്കി തരൂ എന്ന് നീ പറയുന്നതാണ് ശരിയായ പ്രാർത്ഥന. അതായത്, നിന്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് നീ പറയുമ്പോഴാണ് പ്രാർത്ഥന മഹത്തരമാകുന്നത്. അതിനാൽ ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ തളരാതെ ഇതും എൻ്റെ നിശ്ചയമാണ് എന്ന് കരുതി അത് സ്വീകരിക്കാനുള്ള കരുത്തിനായി പ്രാർത്ഥിക്കുക. ഹേ പ്രിയപ്പെട്ടവനെ, പ്രാർത്ഥന എന്നാൽ നന്ദി പറയലാണ് എന്നുകൂടി മനസ്സിലാക്കൂ. നമുക്ക് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്നതിനേക്കാൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതാണ് ഉത്തമമായ പ്രാർത്ഥന. ഉദിച്ചുയരുന്ന സൂര്യനും ശ്വസിക്കുന്ന വായുവിനും നന്ദി പറഞ്ഞ് ഈ പ്രപഞ്ചത്തിലെ ഓരോ കണികയിലും എന്നെ കണ്ട് സന്തോഷത്തോടെ ഇരിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? എങ്കിൽ നിന്റെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായി മാറിക്കഴിഞ്ഞു. അതിനാൽ ഹേ പ്രിയമിത്രമേ, പ്രാർത്ഥന എന്നത് എന്നെ നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള മന്ത്രമല്ല, മറിച്ച് അതിനൊരു മഹത്തായ ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കൂ. അത് നിന്റെ അഹങ്കാരത്തെ വെടിഞ്ഞ് നീ എന്നിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ്. അതിനാൽ ഓർക്കുക, നീ എന്നോട് ചോദിക്കേണ്ടത് കേവലം ഭൗതികമായ സുഖങ്ങളല്ല, മറിച്ച് ഏത് അവസ്ഥയിലും എന്നെ സ്മരിക്കാനുള്ള മനസ്സിനും കരുത്തിനും വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം അപ്പോൾ മാത്രമാണ് പ്രാർത്ഥന അതിൻ്റെ മഹത്തായ ലക്ഷ്യത്തെ പ്രാപിക്കുന്നത്. ഹേ പ്രിയമിത്രമേ, അപ്പോൾ ഒന്ന് ചോദിക്കട്ടെ, ഇനിമേൽ നിന്റെ പ്രാർത്ഥനകളിൽ എന്നോടുള്ള ദിവ്യ സ്നേഹമുണ്ടാകുമോ?